Jesus. You're wonderful. I will give you all glory, honor. Holy Spirit, you welcome here. See, if God is omnipresent, then what is special about being in the presence of God? ദൈവം ഒരു സർവ്വവ്യാപിയാണെങ്കിൽ ദൈവസന്നിധിയിലായിരിക്കുന്നതിൻ്റെ പ്രത്യേകത എന്താണ്? നമുക്കൊന്ന് ചിന്തിക്കാം. If God is omnipresent, നമുക്ക് എല്ലാവർക്കും അറിയാം, then what is special about being in the presence of God? ദൈവം സർവ്വവ്യാപിയാണ് അല്ലേ? ദൈവം സർവ്വവ്യാപിയാണ് ആണെങ്കിൽ ദൈവസന്നിധിയിൽ നമ്മളായിരിക്കുന്നതിൻ്റെ ആവശ്യത അല്ലെങ്കിൽ അതിൻ്റെ പ്രത്യേകത എന്താണ്? അതാണ് ചിന്തിക്കാൻ പോകുന്നത്. So the Bible teaches us that God is omnipresent everywhere we can go, and everywhere we can't, God is there. അതാണ് ഡേവിഡ് റൈറ്റ്സ്, where can I go from your spirit, where I can flee from your presence? If I go up to the heavens, you are there. If I make my bed in the depth, you are there. If I rise on the wings of the dawn, if I settle on the far side of the sea, even there your hand will guide me. So your right hand will hold me fast. So Psalms 139, 7-10. അപ്പം ദൈവം സർവ്വവ്യാപിയാണ് എന്ന് ബൈബിൾ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. നമുക്ക് പോകാൻ കഴിയുന്ന എല്ലായിടത്തും, നമുക്ക് കഴിയാത്ത എല്ലായിടത്തും ദൈവം അവിടെയുണ്ട്. പ്രസൻസ് ഓഫ് ഗോഡ്, ദൈവത്തിൻ്റെ സാന്നിധ്യം അവിടെയുണ്ട്. സോ ഹോളി സ്പിരിറ്റ് അവിടെയുണ്ട്, അല്ലെങ്കിൽ യേശുവിൻ്റെ സാന്നിധ്യം അവിടെയുണ്ട്. അതുകൊണ്ടാണ് ദാവീദ് എഴുതിയത്, നിൻ്റെ ആത്മാവിൽ നിന്ന് ഞാൻ എവിടേക്ക് പോകും? നിൻ്റെ ആത്മാവ് ഉദ്ദേശിക്കുന്ന ഹോളി സ്പിരിറ്റിൽ നിന്ന് ഞാൻ എവിടേക്ക് പോകും? നിൻ്റെ സന്നിധിയിൽ നിന്ന് എനിക്ക് എവിടേക്ക് ഓടിപ്പോകാൻ കഴിയും? ദ പ്രസൻസ് ഓഫ് ഗോഡിനെ പറ്റി കാണിക്കുന്നത്. നിൻ്റെ സന്നിധിയിൽ നിന്ന് എനിക്ക് എവിടേക്ക് ഓടിപ്പോകാൻ പറ്റും? ഞാൻ ആകാശത്തേക്കെന്ന് മലയാളമാണ്, പക്ഷെ സ്വർഗത്തിലേക്ക് കയറിയാൽ നീ അവിടെയുണ്ട്, അല്ലെങ്കിൽ സ്വർഗങ്ങളിലേക്ക് കയറിയാൽ നീ അവിടെയുണ്ട്. ഞാൻ ആഴത്തിൽ എൻ്റെ കിടക്ക ഉണ്ടാക്കിയാൽ, ആഴത്തിൽ കിടക്കുന്ന വെച്ചാൽ പാതാളത്തിൽ ഉണ്ടാക്കിയാൽ നിങ്ങൾ അവിടെയുണ്ട്. ദൈവത്തിൻ്റെ സാന്നിധ്യം, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും അവിടെയുണ്ട്. ഞാൻ പ്രഭാതത്തിൻ്റെ ചിറകുകളിൽ ഞാൻ എഴുന്നേറ്റ് നിൽക്കുകയും കടലിൻ്റെ അങ്ങേയറ്റത്ത് നമുക്ക് എവിടെ അറിയത്തില്ല, ആഴങ്ങളായി ഉദ്ദേശിക്കുന്നത്, താമസിക്കുകയും ചെയ്താൽ അവിടെയും നിങ്ങളുടെ കയ്യിനെ നയിക്കും. കണ്ടോ? അതാണ് ശരിക്കുള്ള വ്യാഖ്യാനം. നിങ്ങളെന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത്. പിതാവിൻ്റെ പുത്രൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യത്തെക്കുറിച്ചാണ് കാണിക്കുന്നത്. എന്നിട്ട് പറയണം, അങ്ങനെയുള്ള വലം കൈ എന്നെ മുറുകെ പിടിക്കും. സങ്കീർത്തനങ്ങൾ 139, 10 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ കാണാൻ പറ്റും. അവിടെ ആ പ്രസൻസ് ഓഫ് ഗോഡിനെ പറ്റി കാണിക്കാൻ പറ്റും. അവിടെ പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യത്തെക്കുറിച്ച് കാണിക്കുക, യേശുക്രിസ്തുവിൻ്റെ സാന്നിധ്യത്തെക്കുറിച്ച്, അല്ലെ പിതാവാം ദൈവത്തിൻ്റെ സാന്നിധ്യത്തെക്കുറിച്ച്. So Paul also thought the fact of God's all-encompassing presence. He is not far from any one of us. For in Him we live and more and have our being. That's Apostle Proverty. So the Acts chapter 17, 27, 28. You can see that John, Jonah tried in vain to flee from the God presence. Jonah 1:3. He found that no matter where he went, God was there waiting for him. So there is a sense in which we are always in God's presence. ദൈവത്തിൻ്റെ ആ സർവ്വവ്യാപിയായ സാന്നിധ്യത്തെ കുറിച്ചുള്ള വസ്തുതയും പൗലോസ് പഠിപ്പിക്കുന്നുണ്ട് നമുക്ക്. അവൻ നമ്മിൽ ആരിൽ നിന്നും അകലെയല്ല എന്നാണ് പൗലോസ് വാദിക്കുന്നത്. അവനിൽ നാം ജീവിക്കുകയും ചലിക്കുകയും
നിലനിൽക്കുകയും ചെയ്യുന്നു. അപ്പോസ്തല പ്രവൃത്തി 17-ാം അധ്യായം 27-ാം വാക്യം മുതൽ 28-ാം വാക്യം വരെ വായിക്കുകയാണ്. നമുക്കറിയാം, യോന ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്ന് ഓടിപ്പോകുവാൻ അതിൻ്റെ ഫലമായി എന്ത് സംഭവിച്ചു? യോന 1:3 സന്നിധി അവിടെ യോന എഴുതിയിരിക്കുകയാണ്, താൻ എവിടെ പോയാലും ദൈവം തന്നെ കാത്തിരിക്കുന്നതായി അവൻ കണ്ടെത്തി. അതുകൊണ്ട് നാം എല്ലായ്പ്പോഴും ദൈവസന്നിധിയിലായിരിക്കുന്നൊരു അർത്ഥമുണ്ട്. അതുകൊണ്ടാണ് നമ്മളെപ്പോഴും ദൈവസന്നിധിയിലാണ്. അതിന് അങ്ങനെ ഒരു അർത്ഥമുണ്ട്. നമുക്കെങ്ങും ദൈവത്തെ മറഞ്ഞിരിക്കാൻ പറ്റത്തില്ല. എവിടെ പോയാലും, നമ്മൾ എവിടെ ഇരുന്നാലും കർത്താവിൻ്റെ സാന്നിധ്യം എവിടെയുണ്ട്. നമ്മൾ നടക്കുമ്പോൾ, ഇരിക്കുമ്പോൾ, ഓടുമ്പോൾ, നമ്മൾ യാത്ര ചെയ്യുമ്പോൾ എല്ലാം ദൈവ സാന്നിധ്യമുണ്ട്. അപ്പം ദൈവത്തെ മറിഞ്ഞ് നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. എന്നാൽ ബട്ട് ദർ ഇസ് another sense in which we can either be in our out of God presence. In this sense, the presence of God can refer to His divine blessings and embracing love. The children of God are permitted to experience everlasting joy in God's presence. You will fill me with joy in your presence, with the eternal pleasures at your right hand. അത് സങ്കീർത്തനം 16-ാം അധ്യായം അതിന് 11-ാം വാക്യത്തിൽ നമ്മൾ, അല്ലെങ്കിൽ 21-ാം അധ്യായത്തിൻ്റെ 6-ാം വാക്യത്തിൽ മുതൽ, അല്ലെങ്കിൽ 46-ാം അധ്യായത്തിന് 4-ാം വാക്യത്തിലേക്ക് നമുക്ക് വായിക്കാൻ പറ്റും. But those who reject the gospel will be punished with everlasting distraction and shut out from the presence of the Lord and from the glory of His might. That 2 Thessalonians chapter 1:9. So Matthew chapter 22:30 and Revelation 22:15 you can read. എന്നാൽ നമുക്ക് ഒന്നെങ്കിൽ ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്ന് ആയിരിക്കാൻ കഴിയുന്ന മറ്റർത്ഥമുണ്ട്. അതെന്താണ്? ഒരർത്ഥത്തിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ ദൈവത്തിൻ്റെ സാന്നിധ്യം, അവിടുത്തെ ദിവ്യ അനുഗ്രഹങ്ങൾ, അവിടുത്തെ സ്നേഹം, അവിടുത്തെ ആ റീസ്റ്റോറിങ്, ഇതെല്ലാം ദൈവത്തിൻ്റെ സാന്നിധ്യത്തെക്കുറിച്ച് പറയാൻ പറ്റും. ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മൾ ആനന്ദം അനുഭവിക്കുവാൻ ദൈവത്തിൻ്റെ മക്കൾക്ക് വാഗ്ദത്തം ചെയ്തിരിപ്പെട്ടിരിക്കുക. അപ്പം ദൈവം സർവ്വവ്യാപിയാണെങ്കിലും ആ സാന്നിധ്യം നമുക്ക് മനസ്സിലാക്കിയെടുക്കണമെന്ന് കർത്താവ് ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ അകത്ത് വലിയ ജോയുണ്ട്, സന്തോഷമുണ്ട്. അവിടുത്തെ വലിയ എന്താ പറയുക, ദൈവത്തിൻ്റെ പ്രസൻസ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. നമുക്ക് കാണാൻ പറ്റത്തില്ല, പക്ഷെ അത് മനസ്സിലാക്കാൻ എക്സ്പീരിയൻസ് ചെയ്തെടുക്കാൻ പറ്റും ദൈവത്തിൻ്റെ പ്രസൻസ്. അതുകൊണ്ടാണ് നിൻ്റെ സന്നിധിയിൽ നീ എന്നെ സന്തോഷം കൊണ്ട് നിറയ്ക്കുമെന്ന കർത്താവിൻ്റെ വചനം പറയുന്നത്. നിൻ്റെ സന്നിധിയിൽ നിൻ്റെ സന്തോഷങ്ങൾ നിറയ്ക്കും. അപ്പം ദൈവസാന്നിധ്യം നമ്മളോട് വരുമ്പോൾ ഭയങ്കര സന്തോഷമായിരിക്കും. നമ്മുടെ ആ വറീസ്, നമ്മുടെ പ്രശ്നങ്ങൾ, നമ്മുടെ കടഭാരങ്ങൾ, നമ്മുടെ എല്ലാം അങ്ങ് മെൽറ്റായി പോകും. ദൈവ സാന്നിധ്യം വരുമ്പോൾ എല്ലാം മെൽറ്റായി പോകും. അതുകൊണ്ട് ഞാൻ പറയുന്നത്, രാവിലെ ദൈവസ്ഥാനത്തിൽ എഴുന്നേറ്റോളം നമ്മൾ ദൈവസ്ഥാനത്തിൽ 10-40 മിനിറ്റ് ഇരിക്കണം. കാരണം നമ്മുടെ ജീവിതത്തിലെ എല്ലാം മെൽറ്റായി പോകും. രാത്രി കിടക്കുന്നതിന് മുന്നേ നമ്മൾ ദൈവസ്ഥാനത്തിൽ 10-40 മിനിറ്റ് ഇരിക്കണം. കാരണം നമ്മുടെ ആ ദൈവസ്ഥാനത്തിൽ വരുമ്പോൾ എല്ലാം മെൽറ്റായി പോകും. നമ്മൾ ഭയങ്കര സന്തോഷമായി, ഹാപ്പി ആയിരിക്കും. അതുകൊണ്ടാണ് ദൈവത്തിൻ്റെ പറയുമ്പോൾ നിൻ്റെ ഫലഭാഗത്തുള്ള നിത്യാനന്ദത്തിൽ, സങ്കീർത്തനം 16 പറയുന്നത് വായിച്ചു നോക്കിയ, സങ്കീർത്തനം 26:46-4 ഇതെല്ലാം അവിടെ എഴുതിയിരിക്കുന്ന നമ്മുടെ ദൈവസ്ഥാനത്തിൽ ഇരിക്കുമ്പോഴുള്ള സന്തോഷത്തെക്കുറിച്ച് ഇരിക്കുന്നു. എന്നാലും പ്രത്യേകം പറയുന്നുണ്ട്, സുവിശേഷത്തെ നിഷേധിക്കുന്നവർ നിത്യനാശത്തിലേക്ക് ശിക്ഷിക്കപ്പെടുകയും കർത്താവിൻ്റെ സന്നിധിയിൽ നിന്ന് അവരെ പുറത്താക്കപ്പെടുകയെന്ന് എഴുതിയിരിക്കുന്നത്. അതാണ് നമുക്ക് 2 തെസ്സലോനിക്കർ 1:9 വായിക്കാൻ പറ്റും. മത്തായി സുവിശേഷം 22:13 അതാണ് വായിക്കുന്നത്. അപ്പം വെളിപ്പാട് പുസ്തകം 22:15 വായിച്ചു നോക്കി. അത് തന്നെയാണ് നമുക്ക് മറ്റു. ദ പ്രസൻസ് ഓഫ് ഗോഡ് ക്യാൻ ഓൾസോ റെഫർ ടു എ പ്ലേസ് ഓഫ് ഓണർ. ഇറ്റ് ഈസ് എ privilege to stand in the presence of a king. See, Proverbs 22:29. The angel Gabriel had that honors saying, I think Zechariah 1, stand in the presence of God, and I have been sent to speak to you and to tell you this good news. So Luke chapter 190 വായിക്കുന്നത്. The queen of Sheba
said Solomon, how happy your person, how happy your people, see, how happy your people. ഷെബ രാജ്ഞി പറയുകയാണ്, ദൈവത്തിൻ്റെ സാന്നിധ്യം ഇവിടെ ഉള്ളത് കൊണ്ട്, അല്ല നിൻ്റെ ഇവിടുത്തെ ജനം എന്ത് സന്തോഷമാണ്. നോക്കി, നമ്മുടെ രാജ്യത്തിന് സന്തോഷമില്ലാത്തതിൻ്റെ കാര്യം എന്താണ്? പ്രശ്നങ്ങളുടെ പ്രതികൂലത്തിന് പോകാൻ കാരണം ദൈവസാന്നിധ്യം ഇല്ലാത്ത. രാജ്യങ്ങൾ ദൈവസാന്നിധ്യം വരുമ്പോൾ രാജ്യത്തെ ജനങ്ങൾക്ക് ഭയങ്കര സന്തോഷമായിരിക്കും. അപ്പം ഒരു രാജാവിൻ്റെ സന്നിധിയിൽ നിൽക്കുക എന്ന ഒരു പദവിയാണ് സദൃശ്യവാക്യം 22-29 നമ്മളെ കാണിക്കുന്നത്. അപ്പം നമ്മൾ ദൈവത്തിൻ്റെ സാന്നിധ്യം വരെ നമ്മൾ രാജാവിൻ്റെ അരികെ നിൽക്കുന്ന വലിയൊരു സന്തോഷം. നമ്മൾ വലിയൊരു പ്രസിഡൻ്റ് അരികെ, വലിയൊരു ഈ ലോകത്തിലെ രാജാവിൻ്റെ അരികെ നിൽക്കുന്ന നമുക്കൊരു സന്തോഷമാണ്. ഞാൻ എൻ്റെ രാജാവിൻ്റെ അരികെ നോക്കിയാണ്. അപ്പം അതിനേക്കാളും വലിയൊരു സന്തോഷമാണ് ദൈവത്തിൻ്റെ അരികെ നിൽക്കുന്നത്. അതുകൊണ്ടത് ഗബ്രിയേൽ ദൂതൻ സക്രിയാവിനോട് സക്രിയ പുരോഹിതനോട് പറയുന്നത്, ഞാൻ ദൈവസന്നിധി നിൽക്കുന്നു, നിങ്ങളോട് സംസാരിക്കുവാനും ഈ സുവിശേഷം നിങ്ങളോട് പറയുവാനാണ് എന്നെ അയക്കപ്പെട്ടിരിക്കുന്നത്, ഞാൻ വന്നിരിക്കുന്നത്. ലൂക്കോസ് സുവിശേഷം 1:10. അവിടെ ശേബരാജി ശലോമോനോട് പറയുകയാണ്, നിൻ്റെ ജനം എത്ര സന്തുഷ്ടരായിരിക്കുന്നു, എപ്പോഴും നിങ്ങളുടെ മുമ്പിൽ നിൽക്കുകയും നിങ്ങളുടെ ജ്ഞാനം കേൾക്കുകയും ചെയ്യുന്ന നിങ്ങളുടെ ആ ഉദ്യോഗസ്ഥർ എത്ര സന്തുഷ്ടരാണ്. നോക്കിയേ, അപ്പം ഈ അവിടെ ഒരു വെളിപ്പാട് നമുക്ക് കാണാൻ പറ്റും. നോക്കിയേ, യേശുവിൻ്റെ സന്നിധിയിൽ യേശുവിൻ്റെ ആ വേർഡ് ഓഫ് ഗാഡ് നമ്മൾ വായിക്കുമ്പോൾ, കേൾക്കുമ്പോൾ ആ ശലോമോനുള്ള അനുഭവമാണ് അവിടെ വെളിപ്പാട്. ശലോമോന് തൻ്റെ രാജ്യത്തിലെ ഉദ്യോഗസ്ഥർക്ക് കിട്ടുന്ന അനുഭവം ഉണ്ടാകും. ശലോമോനിലൂടെ ശലോമോന് ദൈവം ജ്ഞാനം ശലോമോന് ദൈവമാണല്ലോ ജ്ഞാനം കൊടുത്തത്, വിസ്ഡം കൊടുത്തത്. അപ്പോൾ ദൈവത്തിൻ്റെ ജ്ഞാനമാണ് ശലോമോൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതേ ജ്ഞാനവും ബുദ്ധിയും പരിജ്ഞാനമൊക്കെ ദൈവം തന്നിരിക്കാൻ നമുക്ക്. നമ്മളെ വേർഡ് പറയുമ്പോഴത്തേക്ക് നമുക്ക് കേൾക്കുന്നവർക്ക് ഭയങ്കര സന്തുഷ്ടിയായിരിക്കും. നോക്കി, നമ്മളൊന്ന് ആലോചിച്ച് നോക്കി, വാ, അപ്പോൾ നമ്മുടെ രാജാവിൻ്റെ സന്നിധി നിൽക്കുമ്പോൾ, പ്രസൻസ് ഓഫ് ഗോഡ് നിൽക്കുമ്പോൾ എത്ര വലിയ സന്തോഷമായിരിക്കും നമുക്ക്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഐ ഫീൽ ദ പ്രസൻസ് ഓഫ് ഗോഡ്, ഞാൻ എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ടിരിക്കും ഇപ്പോഴും. 1 രാജാക്കന്മാർ 10:8 പറയുന്നുണ്ട്, ഹൗ ഹാപ്പി യുവർ ഓഫീഷ്യൽസ് ഹു കണ്ടിന്യൂലി സ്റ്റാൻഡ് ബിഫോർ യു ആൻഡ് ഹിയർ യുവർ വിസ്ഡം. 1 Kings 10:8. So additionally, the presence of God can refer to the demonstration of gleaming glory and heavenly majesty. When Isaiah had his vision of God on his throne, he described the seraphim as being unable to view God's glory directly. Isaiah chapter 6:2. And Isaiah was conceived out of his own distraction in the face of such holiness. So verses 5. The presence of God is fear something for sinful man to approach. 1 Samuel 6:20. So ദൈവത്തിൻ്റെ ആ സാന്നിധ്യം, ആ മഹത്വത്തിൻ്റെ ആ ശക്തി നമ്മൾ വെളിപ്പെടുമ്പോൾ, ദൈവത്തിൻ്റെ ആ സാന്നിധ്യം എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ ആ സ്വർഗത്തിൻ്റെ ആ മഹിമ ഇവിടെ പ്രകടിപ്പിക്കുക. അപ്പോൾ സ്വർഗത്തിൽ എത്രമാത്രം വലിയ സാന്നിധ്യമായിരിക്കും. ഇവിടെ ചെറിയൊരു സാന്നിധ്യം നമ്മൾ അനുഭവപ്പെടുന്നുള്ളൂ. വലിയ സാന്നിധ്യം നമുക്ക് നിൽക്കാൻ പറ്റത്തില്ല, നമ്മൾ താഴെ പോകും. അപ്പോൾ ചെറിയൊരു സാന്നിധ്യത്തിൽ എത്രമാത്രം സന്തോഷമുണ്ടെങ്കിൽ ആ സ്വർഗത്തിലോട്ട് നമ്മൾ നിശ്ചയിച്ച് ചെല്ലുമ്പോൾ എത്ര വലിയ സന്തോഷമായിരിക്കും. അതുകൊണ്ട് തന്നെ യെശയ്യാവ് തൻ്റെ സിംഹാസനത്തിൽ ഇരിക്കുമ്പോൾ ദൈവത്തിൻ്റെ ദർശനം കാണുന്നത്, അല്ലേ? സെറാഫുകൾ ദൈവത്തെ ആരാധിക്കുന്നു, ദൈവത്തെ മഹത്വം കണ്ടിട്ട് അവർക്ക് നിൽക്കാൻ പറ്റുന്നില്ലെന്നാണ് പറയുന്നത്. ആർക്കാ? സെറാഫുകൾ. അവർ കണ്ണുകൊണ്ടൊക്കെ അടച്ച് ചിറകളെടുത്ത് കണ്ണുകൊണ്ട് മൂടിയിരിക്കുകയാണ് ദൈവത്തിൻ്റെ മഹത്വം കാണാതിരിക്കാൻ. അപ്പം അത്രയും വിശുദ്ധിയുടെ മുന്നിൽ യെശയ്യാവിനെ പിടിച്ച് നിൽക്കാൻ പറ്റുന്നില്ല. കാരണം യെശയ്യാവിന് ബോധമുണ്ടായി, ഞാൻ പാപിയാണ്. അപ്പം അതാണ് ദൈവസാന്നിധ്യം നമുക്ക് വന്നു കഴിയുമ്പോൾ, ദൈവസാന്നിധ്യം നമ്മൾ അടുത്ത് വരുമ്പോൾ നമ്മൾ പാപിയായ മനുഷ്യരാണെന്ന് മനസ്സിലാവും. നമുക്ക് പാപം ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ എല്ലാവരും ചോദിക്കുന്നത് അങ്ങനെ, പാപം ചെയ്യാതിരിക്കാൻ പറ്റും? പാപം ചെയ്യാതിരിക്കാൻ പറ്റില്ല. ദൈവസാന്നിധ്യം ഉണ്ടെങ്കിൽ പാപം ചെയ്യാതിരിക്കാൻ പറ്റത്തില്ല, പാപം ചെയ്യാൻ പറ്റത്തില്ല. ദൈവസാന്നിധ്യം നമ്മൾ അടുക്കും തോറും നമുക്ക് പാപബോധം ഉണ്ടായിക്കൊണ്ടിരിക്കും. നമ്മുടെ കുറവുകൾ നമ്മൾ പറഞ്ഞ് ഉപേക്ഷിച്ചുകൊണ്ടിരിക്കും. നമ്മുടെ കണ്ണുകൾക്ക് ദൈവം ചെയ്യാൻ തരും, ചെവികൾക്ക് ദൈവം ചെയ്യും, നാവുകൾക്ക് ദൈവം ചെയ്യാൻ തരും.
കാരണം മനുഷ്യനടുത്ത് എല്ലാം പറ്റാത്ത ദൈവ സാന്നിധ്യമാണ് സ്വർഗത്തിലുള്ളത്. അതാണ് യെശയ്യാവ് കാണുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു ഗ്ലോറി നമ്മൾ ഒഴുകിക്കൊണ്ടിരിക്കും, ചെറിയൊരു സാന്നിധ്യം ദൈവം നമ്മളെ വെളിപ്പെടുത്തുന്നു ഈ ഭൂമിയിൽ. 1 ശമൂവേൽ 6:20 വായിച്ചാൽ the presence of God can also refer to unique revelation of God to humanity. The Lord told Moses to consider the tabernacles and later the temple, as the place where he chose to reveal himself. So those the tabernacle was where to find God's presence. Earlier Moses had encountered God's presence at the burning bush. Exodus 3:4 വായിക്കും, 3-5. So David spoke of God's presence at Sinai. The earth quaked. The heavens also dropped rain at the presence of God. So Sinai itself quaked at the presence of God. Psalms 68:8. അപ്പോൾ ദൈവത്തിൻ്റെ ആ സാന്നിധ്യം മനുഷ്യരാശിക്ക് ദൈവത്തിൻ്റെ അതുല്യമായൊരു വെളിപ്പാടിനെയും സൂചിപ്പിക്കാൻ കഴിയും. ദൈവം മോശയോട് പറയും, ഞാൻ സ്വയമായിട്ട് വെളിപ്പെടുത്തുവാൻ സ്വയമായിട്ട് എന്നെ വെളിപ്പെടുത്തുവാനായിരിക്കുന്ന സ്ഥലമാണ് ഈ കൂടാരം. അപ്പോൾ അതിന് ആലയത്തെക്കുറിച്ച് കാണിക്കുക, സമാഗമ കൂടാരം അല്ലേ. അത് നമ്മുടെ ആലയം തന്നെയാണ്. അന്ന് കൂടാരങ്ങളിൽ അല്ലെങ്കിൽ വലിയ ബിൽഡിങ്ങുകൾ ദൈവം പ്രത്യക്ഷപ്പെടുമ്പോഴത്തേക്ക് ഇന്ന് നമുക്ക് നമ്മുടെ ആലയത്തിൽ ദൈവം പ്രത്യക്ഷം ആഗ്രഹിക്കുന്നു. അപ്പോൾ ഈ ആലയം ദൈവത്തിൻ്റെ ആലയമാണ്. അപ്പോൾ ദൈവത്തിൻ്റെ ആലയം സൂക്ഷിക്കണം, ദൈവം നമ്മളോട് എപ്പോഴും പറഞ്ഞിരിക്കുന്നത്. എൻ്റെ ആലയം നശിപ്പിച്ച് കളയാൻ പാടില്ല. അപ്പോൾ ദൈവത്തിൻ്റെ സാന്നിധ്യം കണ്ടെത്തേണ്ട ഇടമായിരുന്നു കൂടാരം. ആവർത്തന പുസ്തകത്തെ നമ്മൾ വായിക്കും 19:17. അതുപോലെ മോശ കത്തുന്ന ആ കുറ്റിക്കാട്ടിൽ മോശ കാണാൻ മരുഭൂമി നിൽക്കുമ്പോഴത്തേക്ക് മുൾപ്പടർപ്പിൽ ദൈവത്തിൻ്റെ സാന്നിധ്യം കാണുക. പുറപ്പാട് പുസ്തകം 3:4-5. അപ്പോൾ സീനായിലെ ദൈവത്തിനെ കുറിച്ച് ദാവീദ് ഇങ്ങനെ പറഞ്ഞത്, ഭൂമി കുലുങ്ങി. സീനായി മലയിൽ ദൈവം പറയുന്നത് ഭൂമി കുലുങ്ങി. ആകാശങ്ങളല്ലേ മഴ പെയ്ച്ചു എന്നൊക്കെ എഴുതിയിരിക്കും. ആകാശങ്ങൾ മഴ പെയ്ച്ചു. അവിടെ സീനായി പർവ്വതം വിറച്ചെന്നാണ് പറയുന്നത്. ദൈവത്തിൻ്റെ സാന്നിധ്യം വന്നപ്പോഴത്തേക്ക് പർവ്വതങ്ങൾ വിറച്ചു. ദൈവത്തിൻ്റെ സാന്നിധ്യം വരുമ്പോൾ പർവ്വതങ്ങൾ വിറച്ചു. നമ്മൾ എത്രമാത്രം ഈ പലരും ദൈവസാന്നിധ്യത്തെ തടയുന്നവരാണ്. അവർ പറയാം അത് സംഭവിക്കരുത്, ഇത് സംഭവിക്കത്തില്ല. ദൈവസാന്നിധ്യം വന്നു കഴിഞ്ഞാൽ എന്താ, ഭൂമി വിറയ്ക്കും. ദൈവസാന്നിധ്യം വന്നപ്പോഴത്തേക്ക് പർവ്വതങ്ങൾ വിറയ്ക്കും. ദൈവസാന്നിധ്യം വരുമ്പോഴത്തേക്ക് നോക്കി മഴ പെയ്യും. നമുക്കറിയത്തില്ല ദൈവസാന്നിധ്യത്തിൽ എന്തെല്ലാം സംഭവിക്കുന്നത്. എന്നിട്ട് ചെറിയ ഒരു കാഴ്ചപ്പാടിലാണ്, അവിടെ അത് സംഭവിച്ചു, അവിടെ അത് മിറക്കിൾസ് അല്ല, അവർ സ്ലേങ് മിനിസ്ട്രി പിശാചിലാണ്, അല്ലെങ്കിൽ ഫ്ലെയിം മിനിസ്ട്രി അത് സംഭവിക്കത്തില്ല, ഒന്നും അറിയത്തില്ല. അവർ പുറകോട്ട് മുന്നോട്ട് വീണ് എന്തെല്ലാം ആൾക്കാർ വ്യാഖ്യാനിക്കുന്നത്. ഞാനിങ്ങനെ കരാണ്ടർ ക്ലിപ്പ് ഇങ്ങനെ കേട്ടു. അത് അങ്ങോട്ടല്ല ദൈവം പറയും, ഇങ്ങോട്ട് എന്തെല്ലാം വ്യാഖ്യാനിക്കുന്നത്, അങ്ങോട്ടല്ല പറയേണ്ടത്, ഇങ്ങോട്ടാണ് പറയുന്നത്. ദൈവസാന്നിധ്യം വരുമ്പോഴത്തേക്ക് നമുക്കറിയത്തില്ല നമുക്ക് എന്നാ സംഭവിക്കുന്നത്. സോ തലകുത്തി താഴെ പോയിരിക്കും. ചിലപ്പോൾ പുറകോട്ട് പറയും, മുന്നോട്ട് പറയും, നമുക്കറിയത്തില്ല. ആ സമയത്ത് ബാലൻസ് ഒന്നും കിട്ടണമെന്നില്ല. ശരിക്കും ദൈവസാന്നിധ്യം വന്നു കഴിയുമ്പോഴത്തേക്ക്. സോ ദൈവസാന്നിധ്യം വരുമ്പോഴത്തേക്ക് നമ്മുടെ ബ്ലൈൻഡ് ഐസൊക്കെ ഓപ്പൺ ആവും. അപ്പോൾ കണ്ണില്ലാത്തവന് കണ്ണ് പോപ്പപ്പ് ചെയ്യും. ചിലപ്പോൾ അകത്തുനിന്നൊക്കെ കൃഷ്ണമണിക്ക് ചാടി വരും. ദൈവസാന്നിധ്യം വന്നു കഴിയുമ്പോഴത്തേക്ക് ഊമൺ സംസാരിക്കും. ദൈവസാന്നിധ്യം ചികടം കേൾക്കും. ദൈവസാന്നിധ്യമെല്ലാം സംഭവിക്കും. ഇതുവരെ കാണാതെ കൈകാലുകൾ വളർന്നു വരും. ദൈവസാന്നിധ്യം വരുമ്പോഴത്തേക്ക് ചിലപ്പോൾ കൈകളും കാലുകളൊക്കെ വളർന്നു വരും. മസിൽസുകളൊക്കെ ഇല്ലാത്ത മസിൽസുകളൊക്കെ ഉണ്ടായി വരും. ഈ പേശികളൊക്കെ ശക്തി പ്രാപിക്കും. ദൈവസാന്നിധ്യം വരുമ്പോഴത്തേക്ക് ഇല്ലാത്ത അവയവങ്ങളൊക്കെ ഉണ്ടായി വരും. സോ ഇത് ജസ്റ്റ് ബിലീവ് ദാറ്റ്. പർവ്വതങ്ങൾ ദൈവസാന്നിധ്യം, ദാവീദ് പറയും പർവ്വതങ്ങൾ കുലുങ്ങുന്നു, മഴ പെയ്യുന്നു അല്ലേ ദൈവസാന്നിധ്യം വരുമ്പോഴത്തേക്ക്. സിനായി മലയിൽ ദൈവസാന്നിധ്യം വന്ന് മലകൾ കുലുങ്ങുന്നു, പേടിച്ച് അവർ കുലുങ്ങുന്നു. പേടിയല്ല, പറഞ്ഞാൽ ദൈവസാന്നിധ്യം ശക്തി അത്രമാത്രം. സോ വി sometimes make a distinction between the all pervading presence of God. So His omnipresence and manifest the presence of God. God's manifest presence is the result of His overt and unmistakable interaction with us. When Israel compared to Sinai, God had been there all along, of course. But when they saw the fire,
and heard the trumpet, and they experienced the earthquake. They were in the manifest presence of God. The Bible describes the event as God descending to Sinai and meeting with the children of Israel. Exodus chapter 19, 17, 20. They were in the presence of God in a special way, as God used physical, earthly means of communicating with His people. They got the point that God was there and that they were His presence. Hallelujah. നാം ചിലപ്പോൾ ദൈവത്തിൻ്റെ ആ സർവ്വവ്യാപിയായ സാന്നിധ്യത്തെക്കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ, അല്ലെങ്കിൽ സർവ്വവ്യാപിയായ ദൈവത്തിൻ്റെ പ്രത്യേകമായ സാന്നിധ്യം നമുക്ക് വരാൻ ആഗ്രഹിക്കുമ്പോൾ, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ പ്രകടമായ സാന്നിധ്യം നാമുമായുള്ള അവിടുത്തെ പ്രത്യക്ഷതയും വ്യക്തിപരമായ ഇടപെടലിൻ്റെ ഫലമാണ്. നോക്കി, ഇസ്രായേൽ സീനായിൽ താവളമടിച്ചപ്പോൾ ദൈവം അവിടെ ഉണ്ടായിരുന്നു. തീർച്ചയായും അവർ തീ കാണുകയും കാഹളം കേൾക്കുകയൊക്കെ ചെയ്തു. ഭൂകമ്പം അവർക്ക് അനുഭവിക്കാനുണ്ടായി. ഭൂകമ്പം ദൈവസാന്നിധ്യം വന്നൊരു ഭൂകമ്പം കേൾക്കുക, കാഹളം കേട്ടു, അല്ലെ തീയുടെ അനുഭവം ഉണ്ടായിരുന്നു. തീയുടെ അനുഭവം. അപ്പോൾ ദൈവത്തിൻ്റെ പ്രതീക്ഷിതയിൽ ആ സീനായി മലയിൽ സംഭവം പലതും ഇറങ്ങി. തീ ഇറങ്ങി. അപ്പോൾ ദൈവം ഇറങ്ങിയപ്പോഴത്തെ ദൈവം സീനായി മല ഇറങ്ങി വന്നപ്പോൾ തീ വന്നു. അപ്പോൾ ഇസ്രായേൽ മക്കളുമായിട്ട് ദൈവം കണ്ടുമുട്ടുന്നത് സീനായി മലയിലാണ്. പുറപ്പാട് പുസ്തകം 19 അധ്യായത്തിൻ്റെ 17 വാക്യങ്ങൾ വായിക്കുന്നുണ്ട്. അപ്പോൾ ഒരു ദൈവസ്ഥാനത്തിൽ ഒരു പ്രത്യേക വിധത്തിലായിരുന്നു, അല്ല ദൈവത്തെ പ്രത്യേക രീതിയിൽ അവർ കാണുന്നത്. തൻ്റെ ജനവുമായ ആശയവിനിമയം ചെയ്യുവാൻ വേണ്ടി ദൈവം അവിടെ ഇറങ്ങി വരുന്നുണ്ട് നമുക്ക് കാണാൻ പറ്റും. എനിക്ക് തീക്കകത്ത്, അല്ലെങ്കിൽ വലിയ ശബ്ദത്തിൻ്റെ അകത്ത്, വലിയ എന്താണ് ഭൂമികുലുക്കത്തോട് ദൈവം ഇറങ്ങി വരാൻ വേണ്ടി. പക്ഷെ ഇപ്പം അങ്ങനെയല്ല. പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിലുണ്ട്. ദൈവം നമുക്ക് ഉള്ളിൽ തന്നിരിക്കുക, നമ്മെ തന്നെ ഉള്ളിൽ തന്നിരിക്കുകയാണ്. ഹല്ലേലൂയ. അപ്പം നമ്മുടെ ആലയമായി ഈ ശരീരം, ഈ ശരീരം ദൈവത്തിന് ആലയമായി മാറ്റിയിരിക്കുക. ദൈവം നമ്മുടെ ഉള്ളിൽ ദൈവം വസിക്കുക. എന്നാലും നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും പ്രസൻസ് ഓഫ് ഗാഡ്. നമ്മളിങ്ങനെ ദൈവത്തെ വിളിച്ചാൽ, ദൈവമായിട്ടിരുന്ന് കഴിഞ്ഞാൽ, ഹല്ലേലൂയ, പ്രസൻസ് ഓഫ് ഗാഡ് നമ്മളിങ്ങനെ ഫീൽ ചെയ്യും. നമ്മുടെ അകത്തുനിന്നും പ്രസൻസ് വെളിയോട്ട് വരും, വെളിയിൽ നിന്നും പ്രസൻസ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതാ രണ്ട് പ്രസൻസ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഒന്ന് നമ്മുടെ ഉള്ളിലിരിക്കുന്ന പ്രസൻസ്, നമ്മൾ പ്രാർത്ഥിക്കുന്നു, ഉപവസിക്കുമ്പോൾ, ആരാധിക്കുമ്പോൾ, എന്താണ് ധ്യാനിക്കുമ്പോൾ അത് നിറഞ്ഞ് കവിഞ്ഞ് ഒഴുകുവാൻ തുടങ്ങും. അതാണ് യേശു പറഞ്ഞത്, ദാഹിക്കുന്നവൻ എൻ്റെ അരികെ വരട്ടെ, ജീവജല നദികൾ നിറഞ്ഞ് കവിഞ്ഞൊഴുകില്ല, ജീവജല നദികൾ ഒഴുകും അവനിൽ നിന്ന്. അത് നമ്മളൊന്ന് ഒഴുകിക്കൊണ്ടിരിക്കുക. രണ്ടാമത്തെ പ്രസൻസ് ദൈവം നമ്മളിൽ വന്നു കഴിയുമ്പോൾ, ദൈവം ഉടനെ സർവ്വവ്യാപിയാണെങ്കിലും നമ്മൾ ദൈവസ്ഥാനത്തിൽ ഇരിക്കുന്നത് കാണുമ്പോൾ, നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ, ഉപവസിക്കുമ്പോൾ, നമ്മൾ ആരാധിക്കുമ്പോൾ, നമ്മൾ ദൈവത്തെ അന്വേഷിക്കുകയാണെങ്കിൽ ആ പ്രസൻസ് കൂട്ടിത്തരും ദൈവം. സർവ്വവ്യാപിയ ശക്തി നമ്മളോട്ടൊന്ന് കോൺസെൻട്രേറ്റ് ചെയ്യും, നമ്മളോട്ടൊന്ന് ഒഴുകാൻ തുടങ്ങും. അപ്പോൾ പ്രസൻസ് കൂടുതലായിട്ട് നമുക്ക് ശരീരം സെൻസ് ചെയ്യാൻ പറ്റും. ഹല്ലേലൂയ. നമുക്ക് ആ ദൈവസാന്നിധ്യം വന്നു കഴിയുമ്പോൾ പാവത്തിരിക്കാൻ പറ്റത്തില്ല. ദൈവസാന്നിധ്യം വന്നു കഴിയുമ്പോഴത്തേക്ക് നമ്മൾ കരഞ്ഞു പോകും, നിലവിളിക്കും. ദൈവസാന്നിധ്യം വന്നപ്പോഴത്തേക്കാണ് മിറക്കിൾസ് നടക്കുന്നത്. അപ്പം നിങ്ങൾ ദൈവസാന്നിധ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം എപ്പോഴും. ദ പ്രസൻസ് ഓഫ് ഗോഡ്. കർത്താവ് എപ്പോഴും എൻ്റെ ഉള്ളിൽ നിന്നും വെളിയിൽ നിന്നും ആ പ്രസൻസ് എനിക്ക് മനസ്സിലാക്കണം. ആ പ്രസൻസ് എൻ്റെ ജീവിതത്തിൽ വരണം. വരുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് കരയും, നിലവിളിക്കും, ഭാരങ്ങൾ മാറും, പ്രയാസങ്ങൾ മാറും, ഡെലിവറൻസുകൾ നടക്കും. കർത്താവ് വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അവിടെ പട്ടിണി കാണത്തില്ല. കർത്താവ് വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അവിടെ രോഗം കാണത്തില്ല. കർത്താവ് ഒരാളിരിക്കാൻ വന്നു കഴിഞ്ഞാൽ പിന്നെ അയാൾക്ക് ഭയങ്കര വിടുതലായിരിക്കും. മീൻസ് ആത്മീയ, ഭൗതിക, ശാരീരിക, മാനസിക എല്ലാ രീതിയിലും വിടുതൽ കർത്താവ് തന്നിട്ടേ പോകുള്ളൂ. അപ്പോൾ ആ പ്രസൻസ് ഒക്കെ ഉടനെ വേണ്ടി പ്രാർത്ഥിക്കും. കർത്താവ് ബന്ധം ചെയ്യും. ഐ വിൽ സീ യു അഗൈൻ. ഗോഡ് ബ്ലെസ് യു. പ്രാർത്ഥിക്കാൻ പറഞ്ഞു. കർത്താവെ, ഞാൻ ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, എന്നെ കേൾക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇവരുടെ മേൽ ഇപ്പോൾ നിൻ്റെ പ്രസൻസ് അയക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവരുടെ ഉള്ളിൽ കർത്താവുണ്ട്, എന്നാലും പുറമെ ആ ശക്തി എന്താണ്, അപ്പോണിയോ ദൈവത്തിൻ്റെ ആ ശക്തി എപ്പോൾ അയക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ ആ പ്രസൻസ് വെളിപ്പെടുമ്പോൾ ഭാരം, ദുഃഖം, പ്രയാസം, കടഭാരങ്ങൾ, അതുപോലെ എന്താണ് രോഗമെല്ലാം മാറാൻ പ്രാർത്ഥിക്കുന്നു. ഐ ക്യാൻ സീ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ സാന്നിധ്യം വെള്ളം പോലെ, വലിയ വെള്ളച്ചാട്ടം പോരുന്ന പോലെ നിങ്ങളുടെ ജീവിതത്തിൽ കടന്നു വരുന്നു.
Just receive it. By faith you receive the anointing right now. In Jesus' mighty name, I can see God's presence. Thank you and wonderful Jesus. God bless you.